ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാപങ്ങളല്ലേ? കണ്ടില്ലേ, ഒന്ന് ബഹുമാനിച്ചൂടെ? വിശാല മനസ്കൻ മാത്രമല്ല, താൻ പാവങ്ങളോട്, അതായത് സ്പെഷ്യൽ കാറ്റഗറിയിൽ പെടുന്ന സ്പെഷ്യൽ കെ മോഡൽ പാവങ്ങളോട് വളരെ അധികം കരുണയുള്ളവനാണ് എന്ന് അന്തങ്ങളെ ഉൾപ്പെടെ തെളിയിച്ചിരിക്കുകയാണ് പരാജയരാജണ്ണൻ. അതിദാരിദ്ര്യമുക്തമായ ജയിലുകൾ, അതായിരുന്നു ചിറ്റപ്പൻ കണ്ട സ്വപ്നം. ഇവിടെ ഈ ജയിലിൽ കിടക്കുന്നവര് ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? എന്തിനാടെ എതിർക്കുന്നത്? കണ്ണിൽ ചോര ഇല്ലാത്തവന്മാരെ എന്തിനാടെ എതിർക്കുന്നത്? ട്രഷറിയൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്, ഖജനാവിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ആശമാരെ ഈ റോഡിലും മഴയത്തും വെയിലത്തും കിടത്തി അവർക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാൻ ഇവർ തയ്യാറായില്ല. എന്നിട്ടാണ് ഇപ്പൊ ഈ പണി ചെയ്യുന്നത്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ജയിലിൽ കൂടുതലാരപ്പ സഖാക്കളാണേ ചിറ്റപ്പ എന്നൊന്നും ആരും പാടി തെറ്റിദ്ധരിപ്പിക്കണ്ട. ഇതൊക്കെ അണ്ണന് സഹജീവികളോടുള്ള അടക്കാനാവാത്ത സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും സഹതാപത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഡയലോഗുകളാണ്. അത് പാപങ്ങളല്ലേ? ഏറ്റവും കൂടുതൽ ജയിലിൽ കിടക്കുന്ന ആരാന്നൊന്ന് അന്വേഷിച്ചാൽ മതി. അപ്പൊ അവരെ വീട്ടിൽ ചെലവിന് കൊടുക്കണം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പാർട്ടിക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ നികുതി പണത്തിൽ നിന്ന് പണം എടുത്ത് കൊടുത്താൽ കുഴപ്പമില്ലല്ലോ. ആ കൊടുക്കാനുള്ളതിന്റെ കാരണം അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പാവങ്ങള് ഓച്ചറെ പോയി കഞ്ഞി കുടിക്കാൻ പോലും വണ്ടിക്കാശിന് നിവൃത്തിയില്ലാതെ നിന്നപ്പോ പോലീസ് വണ്ടി കണ്ട് അതിനൊരു ലിഫ്റ്റ് അടിച്ച് സെൻട്രൽ ജയിലിലൊക്കെ ചെന്ന് ഇറങ്ങിയ പാവപ്പെട്ടവർ, അവരോട് എന്തിനാ മനുഷ്യരെ കണ്ണുകടി നിങ്ങൾക്ക്? അത് പാപങ്ങളല്ലേ? അണ്ണാ, അടുത്ത മദർ തെരേസ പുരസ്കാരം അണ്ണന് തന്നെ. പാവങ്ങളല്ലേ അണ്ണാ, അവരെങ്ങനെ ജയിലിലിടാതെ തുറന്നു വിടാനുള്ള നടപടികൾക്ക് കൂടി അണ്ണൻ തുടക്കം ഇടുവോ? അതും കൂടി വേണോന്നാ ഞങ്ങളുടെ ഒരു ഇത്. എന്നെ പൊട്ടനാക്കണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ ഇരിക്കുന്ന വെട്ടുകത്തിക്കും വടിവാളിനും ഒക്കെ പണി കൊടുക്കാൻ വേണ്ടി വെട്ടുകത്തിയുടെയും വടിവാളിന്റെയൊക്കെ ജീവിതത്തിന്, ജന്മത്തിന് ഒരു അർത്ഥം വേണ്ടേ? അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ ലൈഫ് ജീവപര്യന്തം ആ ജയിലിനകത്തല്ലേ? വെറും പാവങ്ങളെ, അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിപ്പിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെയും കടമയാണ്. ആ കടമ നമ്മളൊക്കെ മറക്കുമ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, അവർക്ക് വേണ്ടി കർശനമായി വാദിക്കുക കൂടിയാണ് നമ്മുടെ ചിറ്റപ്പൻ. ആ കട്ടൻ ചായയും പരിപ്പുവടയും കുറച്ച് പേജുകളും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വല്ല മാർഗം ഉണ്ടോണ്ണ? കാരണം ചരിത്രത്തിൽ ഇടം നേടത്തക്ക വിധത്തിലുള്ള ഒരുപാട് സംഗതികൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കൂട്ടിച്ചേർക്കലുകൾ ഇനി ആവശ്യമായിട്ട് വരും ബുക്കില്. ഒരു ചില്ലറ പൈസ വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോ 7 രൂപ ചില്ലറയും 500-ന്റെയും 100-ന്റെയും ഓരോ നോട്ടും അത്രയും കൂടെ കൂട്ടിയുള്ളൂ. അതിനെന്തിനാടെ മനുഷ്യരെ ഇങ്ങനെ നിങ്ങൾ കണ്ണുകടി കാണിക്കുന്നത്? ജയിലിൽ കിടന്നവർക്ക് എന്തൊക്കെ ചെലവുകളുണ്ട്. ഇവർക്ക് ആഹാരം, പാർപ്പിടം, വസ്ത്രം, ഇതൊന്നും പണം വേണ്ട. അവർക്ക് കറണ്ടിന് കാശ് കൊടുക്കണ്ട, വെള്ളത്തിന് പണം കൊടുക്കണ്ട, ഗ്യാസിന് പണം കൊടുക്കണ്ട, ഒന്നും വേണ്ട. അനങ്ങാതെ അവിടെ കിടന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ട് കിടന്നാൽ മതി. അപ്പൊ നിങ്ങൾ വിചാരിച്ചേ, ഒരു 10 മാസം ഒരു ബലാത്സംഗ കേസിലൊക്കെ ജയിലിൽ പോകുന്നവന് പുറത്തിറങ്ങുമ്പോൾ വെറും 18 ലക്ഷം രൂപയും ചില്ലറയെ കിട്ടുന്നുള്ളൂ. അതിനാ നിങ്ങൾ ഇങ്ങനെ എന്തിനിങ്ങനെ ദുഷിക്കുന്നത് മനുഷ്യരെ? ഈ ജയിലിൽ കിടക്കുന്നത് പാവങ്ങളാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇത്രയും നാളായിട്ട് മനസ്സിലായില്ലേ? ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. ഇവരൊക്കെ ജയിലിൽ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കുറെ സേവനങ്ങൾ കുറെ മനുഷ്യർക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ആ പാവങ്ങളെ കൊണ്ട് ആ ജയിലിൽ ഇട്ടിരിക്കുന്നത്. വല്ലവനെയും തല്ലിക്കൊന്നോ കുത്തിക്കൊന്നോ വെട്ടിക്കൊന്നതിന് ശേഷം പോയി ജയിലിൽ കിടക്കുന്നവർക്ക് ഈ സൗകര്യം, അവർക്കാണ് മനുഷ്യാവകാശങ്ങളെല്ലാം ഉള്ളത്. അപ്പൊ ഈ സേവനത്തിന് ഇരയായ ആളുകളുണ്ടല്ലോ, അവർക്ക് എത്ര രൂപ ഒരു ദിവസം വരുമാനമുണ്ട്, അവര് ജീവിക്കുന്നുണ്ടോ, അവര് കഞ്ഞി കുടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നാട്ടുകാരെല്ലാവരും അന്വേഷിക്കുന്നു. പക്ഷെ ഈ ജയിലിൽ കിടക്കുന്ന പാവങ്ങളുടെ കാര്യം ആരന്വേഷിക്കും? അവർക്ക് വേണ്ടി ആര് സംസാരിക്കും? അതിനും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് തന്നെ ശബ്ദം ഉയർത്തേണ്ടി വന്നു. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ, എന്താ എപ്പോഴാ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ബാക്കി ഈ കൊല്ലപ്പെടുന്നവനോ അല്ലെ സാധാരണക്കാർക്കോ ഈ തെരുവിൽ കിടന്ന് ഇത്രയും നാള് കഷ്ടപ്പെട്ട് മൊട്ടയടിച്ച് സമരം ചെയ്ത ആശമാർക്കോ അവർക്ക് അവകാശങ്ങളൊന്നുമില്ല. അപ്പൊ മനസ്സിലായില്ലേ ആരുടെ കക്ഷത്തിരിക്കുന്ന സർക്കാർ ഇതെന്ന്? ഇവനെന്താ ഇങ്ങനെ? പറ്റുമെങ്കിൽ അവർക്ക് പെൻഷനും കൂടെ ഏർപ്പാടാക്കണം. ഇരിക്കട്ടെ നമുക്ക് അഡീഷണൽ ഒരു ബന്ധുവല്.
ആക്കിയതാണല്ലേ? ക്ഷേമ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് പൈസ കൈപ്പറ്റിയിട്ട് നന്ദികേട് കാണിക്കുന്ന പൊതുജനം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ക്രിമിനലുകളുണ്ടല്ലോ, അവരുടെ എന്നൊക്കെ പൈസ തിരിച്ചു വാങ്ങിച്ച് ജയിലിൽ കിടക്കുന്ന പാവങ്ങൾക്ക് അത് പെൻഷനായിട്ടോ അല്ലെങ്കിൽ ജീവിതകാലത്തേക്ക് അവർക്ക് ഒരു ഡെപ്പോസിറ്റോ ആയിട്ടൊക്കെ കൊടുക്കണം. നമ്മൾ അങ്ങനെ വലിയ വലിയ വിപ്ലവങ്ങൾക്ക് കാരണമാകുമ്പോഴാണ് നമ്മൾ ഒരു തരിയായി ഇവിടെ കഴിഞ്ഞ നാളുകളിൽ അവശേഷിച്ചിരുന്നു എന്ന് വരുന്ന തലമുറ ഓർക്കുകയുള്ളൂ. ഗോവിന്ദച്ചാമിയുടെ പാവത്തരം കുറച്ച് കൂടുതലായതുകൊണ്ട്, ഡിഗ്രി കൂടിയ പാവത്തരം ആയതുകൊണ്ട് 630 രൂപ ഒന്ന് റൗണ്ട് ചെയ്ത് 700 തികച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. തികയത്തില്ലെങ്കിൽ ആത്മകഥ വയ്ക്കുമ്പോൾ ഒരു 1-2 കോപ്പി ഞങ്ങൾ എല്ലാവരും വാങ്ങിച്ച് സഹായിക്കാം. ആ കാശ് അങ്ങോട്ട് കൊടുക്കും. എന്നെ ഇങ്ങനെ പുകഴ്ത്തരുത് സാർ, ഞാൻ പാവം ധീരനാണ്. അത്യാവശ്യം എന്തെങ്കിലും സാധനം സോപ്പോ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇതിലിന്റെ ഒരു കൂലി കൊണ്ടാണ് വാങ്ങും. അപ്പൊ ഇത്രയൊക്കെ മിനിമം സൗകര്യങ്ങളും സംവിധാനങ്ങളും സാധനങ്ങളും ഒക്കെ ഇല്ലാതെ ഇത്രയും സമൂഹത്തെ സേവിച്ച് കഷ്ടപ്പെട്ടവര് ഇന്നും ആ ജയിലിൽ കിടന്ന സമൂഹത്തിന് വേണ്ടി അവര് കഷ്ടപ്പെടുക. അത്തരക്കാർക്ക് ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ 630 കുറവാണെന്നാണ് ചിറ്റപ്പൻ പറഞ്ഞു വരുന്നത്. നാളെ AI ആണിതെന്നും പറഞ്ഞു ഗോവിന്ദമ്യാഷ്ട്ര വരുവോ? അടിയിലൊന്ന് എഴുതിയും കൂടെ കാണിച്ചു വിടണം കേട്ടോ ചാനലുകാര്, ഇത് AI നിർമ്മിതമല്ല, ഒറിജിനൽ ആണെന്ന്. അവർ വലിയ ക്രിമിനലുകൾ തന്നെ, വലിയ കൊലക്കുറ്റം ചെയ്തവർ തന്നെ. പക്ഷേ അവരെ പരിപാലിക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയല്ലേ? എങ്ങനെയാണത് നമ്മുടെ കടമയാകുന്നതെന്ന് ചോദിച്ചാ മാനത്തോട്ട് വായും പൊളിച്ചിരുന്ന് നോക്ക്. ചിലപ്പോ നിലാവുള്ള രാത്രിയിൽ എന്തെങ്കിലും ഉത്തരം വായിടാത്തോട്ട് ഒന്ന് വീഴും, അപ്പൊ വിഴുങ്ങിയാ മതി. ജയിലിൽ വിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വരുമ്പോ ആ പൈസയും കൊണ്ട് നാട്ടിലേക്ക് പോകാം. ഇതോടുകൂടി ഈ സർക്കാരിനെ കുറിച്ചും ഈ പ്രസ്ഥാനത്തെ കുറിച്ചും ഇവരുടെയൊക്കെ ആദർശത്തെ കുറിച്ചും എല്ലാവർക്കും എല്ലാ സംശയങ്ങളും എല്ലാ രീതിയിലും തീർന്നു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, എവിടെ കടന്ന് ആർക്ക് വേണ്ടിയിട്ട് കിടന്ന് അധ്വാനിക്കുന്നവരാണെങ്കിലും ആ അധ്വാനിക്കുന്നവരുടെ എല്ലാം വിയർപ്പിന് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത ഞാനാ. ഇനി എന്റെ കൺവെട്ടത്തിന് കണ്ട നിന്റെ കണ്ണ് രണ്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കും. വിവരം കേട്ട കോവർ കഴുത.